രാജ്യത്തെ ഏറ്റവും വലിയ IT സ്ഥാപനം, 6 ലക്ഷത്തിലേറെ ജീവനക്കാർ, ടാറ്റ എന്ന ബ്രാൻഡ്, TCSൽ ഒരു ജോലി സർക്കാർ ജോലി പോലെ സുരക്ഷിതം എന്ന് കരുതിയിരുന്ന ഒരു കാലമുണ്ട്. പക്ഷേ ആ കാലം മാറുകയാണോ? TCSൽ നിന്നും വരുന്ന പിരിച്ചുവിടൽ വാർത്ത ആപൽ സൂചനയാണോ? ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് തൊഴിൽ ഇല്ലാതാക്കുകയാണോ? എന്താണ് ഇന്ത്യൻ IT സ്ഥാപനങ്ങളിൽ വരാനിരിക്കുന്ന മാറ്റങ്ങൾ? 12,000 ജീവനക്കാരെ അഥവാ 2% ജീവനക്കാരെ പിരിച്ചുവിടാനാണ് TCS തീരുമാനിച്ചിരിക്കുന്നത്. മിഡ് സീനിയർ ലെവലിലുള്ള ജീവനക്കാരാണ് പുറത്തു പോവേണ്ടി വരിക. വരും നാളുകൾക്കായുള്ള തയ്യാറെടുപ്പെന്നാണ് ടാറ്റ കൺസൾട്ടൻസി CEO കൃതിവാസൻ തീരുമാനത്തെ വിശേഷിപ്പിക്കുന്നത്. AI അടക്കമുള്ള പുതിയ ടൂളുകളിൽ കമ്പനികൾ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്ന കാലമാണ്. സ്വാഭാവികമായും എത്രയൊക്കെ നിഷേധിച്ചാലും തൊഴിൽ നഷ്ടത്തിന് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവ് ഒരു കാരണം തന്നെയാണ്. പക്ഷേ അതിലും പ്രധാനപ്പെട്ട ഒന്നുകൂടിയുണ്ട്, കമ്പനികളുടെ നഷ്ടക്കണക്കുകളാണ്. നടപ്പ് സാമ്പത്തിക വർഷത്തിൻ്റെ ആദ്യ പാദത്തിൽ കുറഞ്ഞ വളർച്ചാ നിരക്കാണ് TCS നേരിട്ടത്. ഡിമാൻഡിൽ വൻ ഇടിവ് വന്നിരിക്കുന്നു. കുറഞ്ഞ ക്ലയൻസ്, കുറഞ്ഞ ബിസിനസ്, കുറഞ്ഞ വരുമാനം എന്നതാണ് യാഥാർത്ഥ്യം. ജീവനക്കാരുടെ എണ്ണം ആനുപാതികമായി കുറയ്ക്കാതെ വഴിയില്ല. മുംബൈയിൽ അടുത്തിടെ നടന്ന നാസ്കോം കോൺഫറൻസിൽ HCL CEO C വിജയകുമാർ പറഞ്ഞതുകൂടെ സൂചിപ്പിക്കാം. കുറച്ച് ജീവനക്കാർ ചേർന്ന് കൂടുതൽ ജോലി ചെയ്യുന്നു എന്നതാണ് തൻ്റെ നയം. ഇക്കാര്യത്തിൽ ജീവനക്കാരെ വെല്ലുവിളിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ് സീനിയർ മിഡ് ലെവലിൽ നിന്നുള്ള ജീവനക്കാരെ പിരിച്ചുവിടുന്നത്? സ്ഥാപനത്തിൽ ചേർന്ന് വളരെ കുറച്ചു കാലം മാത്രമായ ജൂനിയർ ജീവനക്കാരുമായി താരതമ്യം ചെയ്യുമ്പോൾ സീനിയർ മിഡ് ലെവലിലെ ജീവനക്കാർ പുതിയ സ്കില്ലുകൾ സ്വായത്തമാക്കുന്നതിൽ പിന്നിലെന്നതാണ് ഒരു കാരണം. മറ്റു ചുമതലകളിലേക്ക് വിന്യസിക്കാൻ കഴിയുന്നില്ല എന്നതും മറ്റൊരു കാരണം. ഈ 2 പരിമിതികളും മറികടക്കാൻ കഴിയുന്നവർ മാത്രമാവും സുരക്ഷിതർ. 3 മാസം വരെയുള്ള ശമ്പളം നൽകിയാവും പിരിച്ചുവിടൽ പാക്കേജ്. TCSൽ ഇതുപോലൊരു കൂട്ട പിരിച്ചുവിടൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് തന്നെ TCSൻ്റെ വഴിയിൽ മറ്റു കമ്പനികളും വന്നേക്കാം. യഥാർത്ഥത്തിൽ അന്താരാഷ്ട്ര തലത്തിൽ ഈ ട്രെൻഡ് നേരത്തെ തന്നെ തുടങ്ങിയതാണ്. മൈക്രോസോഫ്റ്റ് 15,000 പേരെ പിരിച്ചുവിടുന്നു. ഇന്റൽ 24,000 പേരെ, IBM 8,000 പേരെ, മെറ്റയാവട്ടെ 5% ജീവനക്കാരെ. ഇന്ത്യയിലെ IT സ്ഥാപനങ്ങളിലെ ജീവനക്കാരെ സംബന്ധിച്ച് സാഹചര്യം അത്രയങ്ങ് അനുകൂലമല്ല. എന്നാൽ അമിതമായ ആശങ്കയാണോ ഇപ്പോഴത്തേത്? ഒരു IT സ്ഥാപനത്തിൽ ജീവനക്കാരുടെ വിന്യാസം പിരമിഡ് ഷേപ്പിലാണെന്ന് പറയാം. താഴെത്തട്ടിൽ ജൂനിയർ ലെവൽ ജീവനക്കാർ, മിഡ് സീനിയർ ലെവൽ ജീവനക്കാർ മുകളിൽ. ഈ ഷേപ്പ് നഷ്ടപ്പെടുമ്പോഴൊക്കെ ചെറിയ തോതിൽ പിരിച്ചുവിടൽ നടക്കാറുണ്ടെന്ന് വിദഗ്ധർ പറയുന്നു. കൂടുതൽ ടെക്നിക്കൽ എക്സ്പെർട്ടീസ് സ്വായത്തമാക്കുകയാണ് അപകട സാഹചര്യം ഒഴിവാക്കാൻ ജീവനക്കാർക്കുള്ള വഴി. പ്രൊജക്റ്റ് മാനേജറോ പ്രോഗ്രാം മാനേജറോ മാത്രമായി ഇനി സ്ഥാപനങ്ങളിൽ സ്ഥാനം ഉറപ്പിക്കാനാവില്ലെന്നതാണ് സാഹചര്യം. ഇനി പുറത്തു പോവേണ്ടി വന്നാലോ? നിങ്ങളുടെ വർഷങ്ങൾ നീണ്ട അനുഭവ പരിചയത്തിന് വിലയുണ്ട്. സ്റ്റാർട്ടപ്പുകളിലടക്കം പരിചയസമ്പന്നർക്ക് അവസരങ്ങൾ ഉണ്ടാകും.